ഗുജറാത്ത് വൽസാദിലുള്ള ഈ ഒരു 7 സെൻറ്റ് പ്ലോട്ടിലേക്ക് ഒരു കേരള സ്റ്റൈൽ വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. അദ്ദേഹം അവിടുത്തുകാരനാണ്, അദ്ദേഹത്തിന് കേരള സ്റ്റൈൽ വീടുകൾ നല്ല താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡിസൈൻ ചെയ്യണം എന്നുള്ള ആവശ്യമായിട്ട് നമ്മുടെ അടുത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ അതിലൊരു 7 സെൻറ്റ് പ്ലോട്ട് ഉണ്ട്, അതിലേക്ക് ഒരു 4 BHK വീട് ഡിസൈൻ ചെയ്യാനുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. സൈഡ് കോൺസ് നമ്മൾ മനസ്സിലാക്കി. പ്ലോട്ട് ഫേസ് ചെയ്യുന്ന ഈസ്റ്റിലേക്കാണ്, റോഡ് പോകുന്ന ഈ ഒരു ഡയറക്ഷനിലൂടെയാണ്. അപ്പോൾ ഇതിലെങ്ങനെ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം വീട് ചെയ്യാമെന്നുള്ളത് നമ്മൾ ആലോചിച്ചു. ഈസ്റ്റ് ടു വെസ്റ്റ് സൺപാത്ത് വരുന്നുണ്ട്, ധാരാളം വിൻഡ് പല ഡയറക്ഷനിൽ നിന്ന് ഈ ഒരു പ്ലോട്ടിലേക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മൾ പ്ലാനിങ് സൈഡിലേക്ക് പോയത്. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ നോക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ട് നമ്മളിവിടെ ഫ്രണ്ട് സൈഡിൽ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫോമൽ ലിവിങ് ഏരിയയിലേക്കാണ്. വീടിൻ്റെ സെൻറ്ററായിട്ടൊരു കോർട്ട്യാർഡ്, സെൻട്രൽ കോർട്ട്യാർഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കേരള സ്റ്റൈൽ വീടിന് വേണ്ട ഒരു എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം എടുത്ത് പറഞ്ഞതായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഡൈനിങ് ഏരിയ ഇവിടെ വരുന്നുണ്ട്, ഡൈനിങ് ചേർന്ന് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഒരു കിച്ചൺ, ഒരു ഓപ്പൺ കിച്ചൺ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം, ഒരു മാസ്റ്റർ ബെഡ്റൂം സൗത്ത് വെസ്റ്റ് കോർണർ ആയിട്ട് നമ്മളിവിടെ കൊടുത്തു. ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഒരു ഫാമിലി ലിവിങ് ഏരിയ, ഒരു വലിയ ഫാമിലി ലിവിങ് ഏരിയയും അതിനോട് ചേർന്ന ഒരു സിറ്റ് ഔട്ടും, അതിൻ്റെ അടുത്തായിട്ട് സ്റ്റെയർ കേസും, അതിൻ്റെ താഴെ ഒരു കോമൺ ടോയ്ലറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഒരു ഏരിയ അദ്ദേഹത്തിന് പിന്നെ മുറ്റമായിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗമാണ് അതിന് വേണ്ടിയിട്ട് ഈ ഒരു സിറ്റിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഭാഗം മുറ്റമായിട്ട് നമ്മൾ കൊടുത്തു. ഇത്തരത്തിലാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞ് സ്റ്റെയർ കയറി നമ്മൾ എത്തുന്ന ഫസ്റ്റ് ഫ്ലോർ പ്ലാനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പർ ലിവിങ് ഏരിയ നമ്മളിവിടെ കൊടുത്തു. ഒരു TV യൂണിറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോർ റൂം വേണമെന്ന് അദ്ദേഹം പറയുന്നത്, അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് പുറകുവശം ലഭിക്കുന്നുണ്ട്. 2 ബെഡ്റൂംസ് നമ്മൾ ഇത്തരത്തിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം, അതിനോട് ചേർന്ന ഡ്രസ്സിംഗ് ഏരിയ, ടോയ്ലറ്റ്, അടുത്ത ബെഡ്റൂം, അതിനോട് ചേർന്ന ടോയ്ലറ്റ്, ഒരു ബാൽക്കണി വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലേക്ക് ആക്സസ് ചെയ്തിട്ട് നമുക്കൊരു ബെഡ്റൂം, ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയും നമ്മളൊരു സ്റ്റോറേജ് റൂമും ഓപ്പൺ ടെറസ് ഏരിയ ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ ഒരു വലിയ ഓപ്പൺ ടെറസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ പല കാര്യങ്ങളും ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ട രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഏരിയ വരുന്നത് 3443 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീടിനെ പറ്റിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.